മുമ്പൊക്കെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് കിട്ടുമായിരുന്നു, ഫ്രഷ്നെസ് കിട്ടുമായിരുന്നു മൈൻഡ് ഇല്ലല്ലോ. കോഴ്സ് കഴിഞ്ഞോടും സംഭവിക്കുന്നു വല്ലാത്തൊരു ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റിങ് വരാൻ പറ്റും. വല്ലാത്തൊരു പ്രതീക്ഷ. കോഴ്സ് നമ്മൾ തെറാപ്പി ചെയ്തതിനു ശേഷം ആ വലിയ മുറിവില്ലേ, ഓക്കെ, അത് വേറെ ലെവലാണ്. ആദ്യം എങ്ങനെയാന്ന് പറഞ്ഞാല് വർക്കേഴ്സിനോടൊക്കെ ഒരു ദേഷ്യമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല, അങ്ങനെയാവുന്നില്ല, കൂട്ടി പിടിച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പൊ അത് ഓരും കൂടി ഈ വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ അത് റിസൾട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ ദേഷ്യത്തിന് അവരെ സ്നേഹമായി മാറാണ്, അവിടെ അവരെ സ്നേഹിക്കാൻ പറ്റുകയാണല്ലേ, ആക്ച്വലി ഹഗ് ചെയ്ത് പിടിക്കുക. പിന്നെ മകളും വൈഫായിട്ട് പണ്ടുള്ളതിനേക്കാളും കൂടുതലൊരു അറ്റാച്ച്മെന്റ്, കൂടുതൽ അടുപ്പം വന്നിട്ടുണ്ട്, ഒരു അടുപ്പം കൂടുതൽ വന്നിട്ടല്ലേ. ഓക്കെ, ഇവരറിയില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ചോദിക്കട്ടെ, അന്നത്തെ കോഴ്സിൽ തെറാപ്പി കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു സ്നേഹം വന്നിട്ട് അപ്പം തന്നെ അവിടെ തന്നെ ഹഗ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായല്ലോ. എങ്ങനെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക? ആ കോഴ്സിൽ വെച്ചിട്ട് തന്നെ ഭർത്താവിനെ ഹഗ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ വല്ലാത്തൊരു സ്നേഹമുള്ള ആ സമയത്ത് സംഭവിച്ചത്. എങ്ങനെ പറയാനെ കുറിച്ച്, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്? അത് ഭയങ്കര വല്ലാത്തൊരു എനർജി ലെവലല്ലേ. ഓക്കെ, അത് ഇതുവരെ അങ്ങനെ ഒരു സ്നേഹത്തോടുകൂടി അങ്ങനെ ഉണ്ടായില്ല. ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്നേഹങ്ങൾ. തിയറി വാക്കുകൾ പറഞ്ഞു കൊടുക്കാണ്. യൂട്യൂബിലൂടെ കുറേ NLP ഇത് കണ്ടിട്ടുണ്ടെങ്കിലും യൂട്യൂബിന്റെ ഇതിൽ നിന്ന് വന്ന വെളിച്ചോ ഈ പുസ്തകം കൂടി തമ്മിൽ വായനയിലൂടെ കൂടി വന്നപ്പോൾ ആ ഒരു വെളിച്ചം കൂടെ വന്നതാണ്. ഹാപ്പിനെസ് റെവല്യൂഷൻ ഓഫ് കപ്പിൾസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യാണ്. ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് എപ്പിസോഡുകൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതായത് ജീവിതം എന്നുള്ളത് കേവലം അഡ്ജസ്റ്റ്മെൻറ്റ്, വൈവാഹിക ജീവിതം എന്നുള്ളത് കേവലം അഡ്ജസ്റ്റ്മെൻ്റ് അല്ല എന്നും അവിടെ ഒരുപാട് ആനന്ദകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള സ്നേഹത്തെ പരസ്പരം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുമെന്നുള്ളത് പല എപ്പിസോഡുകളിലുള്ള, പ്രത്യേകിച്ച് കഴിഞ്ഞൊക്കെ എപ്പിസോഡിൽ 68 വയസ്സായ ആൾ വരെ ഇപ്പോഴും കാമുകന്മാരെ പോലെ ജീവിക്കുന്നു എന്ന് പറയുമ്പം 68 വയസ്സെന്ന് പറയുമ്പോൾ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിരുന്നു അദ്ദേഹം. ആ ഒരു പ്രായത്തിൽ 68 വയസ്സിൽ പോലും അവർക്ക് പരസ്പരം ഇപ്പോൾ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അത്രയും ആഘാത തലത്തിലുള്ള ഇൻറ്റിമസിയാണ് സംഭവിക്കുന്നത്, ഡീപ്പ് ബോണ്ടാണ് സംഭവിക്കുന്നതൊക്കെ പറയുമ്പോൾ ജീവിതത്തിൻ്റെ ആഴം എത്രയാണ്, ജീവിതത്തിൻ്റെ അതിൻ്റെ ഡീപ്നെസ് എത്രയാണെന്നുള്ളത് ഒരുപാട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എത്തിയാൽ നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സെക്സ് വാലിയുടെ പേരിലും അതുപോലെ തന്നെ സെക്സ് വാലി ടീമിൻ്റെ ഒരു സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് രൂപേ സാറാണ്. രൂപേ സാറും അതുപോലെ തന്നെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നീനയുമാണ് എത്തിയിരിക്കുന്നത്. ഈ എപ്പിസോഡിലേക്ക് അങ്ങേറ്റം സ്വാഗതം ചെയ്യണം, ഹാർദവം ചെയ്യണം സാർ. ഈ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ NLP ലൈഫ് മാസ്റ്ററി കോഴ്സിലാണല്ലോ സാർ പങ്കെടുത്തത്? എപ്പോഴാണ് ഈ കോഴ്സിൽ പങ്കെടുത്തത്? എത്ര മാസമായി സാർ പങ്കെടുത്തിട്ട്? ഇതിൽ ഒരു മാസമായി. ഒരു മാസമാണോ? ഒരു മാസം കഴിഞ്ഞ കോഴ്സിനാണ്, അത് തൊട്ട് മുന്നത്തെ കോഴ്സിനാണ്? അപ്പോൾ 2 മാസമുള്ളൂ, ഏകദേശം 2 മാസമായിട്ടുണ്ട് ആ കോഴ്സിൽ പങ്കെടുത്തിട്ടല്ലേ. ഓക്കെ, അപ്പോൾ സാർ ആദ്യമായിട്ട് എങ്ങനെയാണ് സാർ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ കാരണമായത്? എവിടെ നിന്ന് അറിഞ്ഞത് ഈ കോഴ്സിനെ കുറിച്ച്? എങ്ങനെയാണ് ഇത് നിമിത്തമായത്? യൂട്യൂബിലൂടെയാണ് അറിഞ്ഞത്. ഓക്കെ, യൂട്യൂബിലൂടെ അറിഞ്ഞതിന് ശേഷം വിജയത്തിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ ബുക്ക്, വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ്, ആ പുസ്തകം. ഓക്കെ, ഞാൻ തന്നെ എഴുതിയ പുസ്തകം അല്ലേ? ഓക്കെ, പുസ്തകം വായിക്കാനുള്ള അവസരം കിട്ടി. ഫസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എത്തിച്ച് തന്നിരുന്നു പുസ്തകം. ഓക്കെ, വായിച്ചു. ഓക്കെ, വായിക്കുന്തോറും എന്താണെന്ന അനുഭവം എന്ന് പറഞ്ഞാല് ഫുള്ള് വായിച്ചു? പുസ്തകം ഫുള്ള് വായിച്ചു? കിട്ടിയ ദിവസം തന്നെ എന്നെ വായിക്കാൻ തുടങ്ങി നിർത്താൻ പറ്റുന്നില്ല. വായനോട് പിന്നെ നിർത്താൻ തോന്നില്ല, ഓരോ അധ്യായങ്ങളും വീണ്ടും വീണ്ടും വായിക്കാൻ. അങ്ങനെ അടുത്തേലെന്താന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ നൈറ്റിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ ഫുള്ള് വായിച്ച് വന്നപ്പോ പിന്നെ അതിനോടുള്ള ചിന്തകൾ ഇങ്ങനെ എന്താണ്, എങ്ങനെയാണ്, എന്താവും എന്നുള്ള അങ്ങനെ വന്നപ്പോ ഈ ഒരു കോഴ്സിന്റെ ഈ റിസൾട്ട് വൈഫിനും കൂടി എങ്ങനെ കിട്ടുന്നുള്ള ഇതിലാണ് ആ പുസ്തകം കൂടി ഒന്നുകൂടി പ്രചോദനമായി നടത്തും കോഴ്സിലേക്ക് പങ്കെടുക്കണം അല്ലേ? യൂട്യൂബില് വായിക്കാനാണ് ഇങ്ങനെ തോന്നുന്നത്. ഏത് പുസ്തകമാണ്? പൊതുവെ വായനാശീലമുണ്ട്. പൊതുവെ വായനാശീലമുണ്ട്. ആ വായനയിൽ ഒന്നും ശരിക്കുള്ള സാധനം കിട്ടുന്നില്ല. വായനയിലുള്ള നിങ്ങൾ ഉദ്ദേശിച്ച കണ്ടന്റ് കിട്ടുന്നില്ല. പക്ഷെ ഈ പുസ്തകം വായിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത്, ഈ പുസ്തകം വായിക്കും തോറും ഉള്ളിൽ അന്വേഷിച്ച സാധനം ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് വെളിവാക്കപ്പെടും. ചെറുപ്പത്തിൽ എന്താണോ നമ്മൾ
പഠിച്ച ആ സാധനമാണ് ഇതിൽ എഴുതി ആ എന്താണെന്നുള്ള അതിൽ കൂടെ അങ്ങനെ പോസിറ്റീവില് ഇങ്ങനെ കയറി പോവുക. വായിക്കുന്നതോറും പോസിറ്റീവിലേക്കാണ്, പുസ്തകം വായിക്കുന്നതോറും പോസിറ്റീവിലേക്ക് പോകണം. ഓരോന്നും ഇങ്ങനെ കയറി ഓക്കെ പോവുക. ഓക്കെ. ഇന്നതാണെന്ന് മനസ്സിലായി. ആദ്യമേ അറിയാം, പക്ഷെ പുസ്തകം വായിക്കുന്നതോറാണ് ഒരു ഒരു ഉൾവെളിച്ചം വരാണല്ലോ, ഒരു ഉൾവെളിച്ചം, അല്ലാത്തൊരു എന്ത് ഉന്മേഷം കൂടുകയാണ്. ഉന്മേഷം. ഓക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനത്തെ കോഴ്സിന് വരാൻ വേണ്ടിയിട്ട്. ഇതെന്താണ് ഈ കോഴ്സ് എന്താണെന്നുള്ള അറിഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ തീരുമാനം ആദ്യം വിളിച്ചു. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ അവസരങ്ങൾ വന്നു ചേരട്ടെ എന്ന് വിചാരിച്ച് ലാസ്റ്റ് അങ്ങനെ ആളെയും കൂട്ടി വന്നു. ഓക്കെ. നീന, എങ്ങനെ പറയാം ഈ കോഴ്സിൽ എത്തിപ്പെട്ടതിൻ്റെ അനുഭവത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ കാണാതെ ഈ കോഴ്സിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതിന്? ഹസ്ബൻഡിന്റെ അറിവോട് തന്നെയാണ് ഓക്കെ ജർമ്മനി വന്നത്. ഓക്കെ. പിന്നെ അതിന് മുന്നേ ബുക്സ് വായിച്ചിട്ട് ഇതേ ബുക്ക് തന്നെയാണോ വായിച്ചാൽ? വിജയൻ നിങ്ങളുടെ ജന്മാഷ്ടമി പുസ്തകം വായിച്ചു? ബെഡിലാണ് ഇത് വെക്കുക പുസ്തകം. ആ, ബെഡിൽ തന്നെ ഉണ്ടാവും, കടപ്പുറയിൽ തന്നെ ഉണ്ടാവും. അടുത്ത് ഓ അത് ശരി. നൈറ്റിലാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വരിക. അപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇത് കാണുമ്പോ ഒന്നുകൂടി കാണുന്ന എടുത്ത് വായിക്കണം എന്നുള്ള ത്വര വരികയാണ് അല്ലേ? അപ്പോ ഏതാണോ പേജ് എന്നുള്ളത് ഒന്നറിയില്ല, ഒറ്റ തുറക്കല് കണ്ണും പൂട്ടി തുറക്കും, പേപ്പർ വായിക്കും, അവിടെ വെക്കും. എന്താ അനുഭവം? അങ്ങനെ ഉണ്ടാവും. രാത്രി ജോലി കഴിയുന്നു, നിങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തുന്നു, വീട്ടിലെത്തിയപ്പോൾ പുസ്തകം കാണുന്നു, വായിക്കണം ത്വര ഉണ്ടാവുന്നു, ജസ്റ്റ് എവിടെയെങ്കിലും തുറന്നിട്ട് വായിക്കുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന അനുഭൂതി എന്താണ്? അനുഭൂതി എന്താണെന്ന് നമ്മള് എന്താണോ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് വരുന്നുണ്ട്, പുസ്തകത്തിലൂടെ വരുന്നുണ്ട്. ഏത് താളുകൾ വായിക്കുമ്പോഴും അവിടെ കിട്ടുകയാണ്. എവിടെ വായിക്കുമ്പോഴും ഒറ്റയിരിപ്പിൽ വായിച്ചല്ലേ? ഹസ്ബൻഡ് അന്ന് രാത്രി കംപ്ലീറ്റ് ഒറ്റയിരിപ്പിൽ വായിക്കായിരുന്നോ? അതിങ്ങനെ വായിച്ചിട്ട് അത്രയും ആകാംക്ഷയാണ്. എന്താണ് അതിന്റെ എന്താണ് അതിന്റെ ഘടകം? നിർത്താതെ വായിക്കാൻ തോന്നുന്നതിന്റെ ഘടകം എന്താണ്? വായിക്കും തോറും ചെറുപ്പകാലം മുതലുള്ള അതിലുണ്ട്. അതെ, നമ്മുടെ ഇന്നർ അനുഭവങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചതും അതിൽ നിന്ന് മാറാനുള്ള വഴികളൊക്കെയാണ് അതിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് അനുഭവങ്ങൾ ഇങ്ങനെ എഴുതി പിന്നെ എങ്ങനെ അതിൽ നിന്ന് മറികടക്കാന്നുള്ള അടുത്തതിലേക്ക് വരും. തീർച്ചയായിട്ടും ആ നെഗറ്റീവായ അനുഭവം ചെറുപ്പത്തിൽ കുറെ നെഗറ്റീവ് കിട്ടി, പെട്ടെന്ന് ട്വിസ്റ്റ് വരാണ്, ഒരു ട്വിസ്റ്റാണ്. ആ ചാട്ടത്തിൽ നിന്ന് എവിടെയൊന്ന് ഒരു ക്ലിക്ക് വരും. അങ്ങനെ പോയി നിർത്താൻ പറ്റൂല. എങ്ങനെയാ പറയേണ്ടതെന്നുള്ള അറിയില്ല, അങ്ങനെ പോയിക്കൊണ്ടേ വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഇടക്കിടയ്ക്ക് എടുത്ത് വായിക്കുമോ ദിവസം? ഇന്നലെ ഒക്കെ വായിച്ചിട്ടുണ്ട്. ആണല്ലേ? വീണ്ടും വീണ്ടും അതിങ്ങനെ വായിക്കുന്നുണ്ട്. അതോടെ വേറെ പുസ്തകങ്ങൾ വായിച്ചു? നമ്മൾ വിജയത്തിന്റെ മനഃശാസ്ത്രമൊക്കെ വാങ്ങിച്ചിരുന്നോ? അതൊക്കെ വായിച്ചോ? വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അല്ല, അതിൽ ഓർമ്മിക്കാനുള്ളതോ കാണാപ്പാടാക്കാനുള്ള സംഗതി അല്ലല്ലോ. വായിക്കുമ്പോൾ തന്നെ മാറ്റം വരിക എന്ന രീതിയിലാണ് ഞാൻ എഴുതിയത്. ഓരോ വരികൾ വായിക്കുമ്പോൾ നിങ്ങൾക്കകത്തുള്ള നെഗറ്റീവ് വന്ന് അത് പോസിറ്റീവായി മാറാനുള്ള ആ ഒരു ലെവലിലാണല്ലോ ഉള്ളത്. നമ്മൾ ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുറേ വർക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അനുഭവം വരും. ആ അനുഭവത്തിനെ എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാന്നുള്ള ഒരു ഇത് അന്നപ്പോൾ ഇത് ഓർമ്മ വരും. പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങൾ മൈൻഡ് പെട്ടെന്ന് അതിലേ പോകും, പിന്നെ തിരിച്ചു വരും, പിന്നെ ഇങ്ങനെ പോസിറ്റീവാക്കി മാറ്റി. അപ്പൊ അതിന്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും. നമ്മളൊന്ന് വിചാരിച്ചതിനെക്കാട്ട് അപ്പുറത്തേക്ക് റിസൾട്ട് വരാം. വിചാരിച്ചതിനപ്പുറം ഈവൻ ജോലി സ്ഥലത്ത് പോലും പ്രൊഫഷനിൽ പോലും ഗംഭീരമായ പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടാകുന്നത്. പോസിറ്റീവ് റിസൾട്ട് വരാം. ക്ലാസ് കഴിഞ്ഞ ശേഷം പുസ്തകം വായിക്കുമ്പോൾ ഒന്നും കൂടി പവർ കൂടുന്നില്ലേ? കാരണം നിങ്ങളുടെ ഡീപ്പർ ലെയറിനെ നിങ്ങൾ ടച്ച് ചെയ്തു. നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ടല്ലോ, മൈൻഡിൻ്റെ ഒരുപാട് ലെയർ ഉണ്ടല്ലോ, ഒരുപാട് ലെയറിൻ്റെ ആഴങ്ങളിലേക്ക് പോയല്ലോ. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഇതാകെ മാറിയില്ലേ? പുസ്തകത്തിൻ്റെ ഘടനാകെ മാറിയില്ലേ? ആദ്യം വായിച്ച ബുക്കാണോ പിന്നെ വായിക്കുന്നത്? സെയിം ബുക്കാണ്, തിയറിറ്റിക്കലി പറയുമ്പോൾ ഫിസിക്കലി സെയിം ബുക്കാണെങ്കിൽ കൂടി അതിൻ്റെ ഘടനാകെ മാറുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ എന്തോ തരാം? വാക്കുകളും കൂടുതൽ അറിവിലേക്ക് പോകുന്നത് ഒരു അന്തർജ്ഞാനം. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഓരോ വാക്കും ഇങ്ങനെ പതിഞ്ഞ് വരുന്ന മാതിരി അകത്ത് തന്നെ വരുന്ന ഫീൽ അല്ലേ? ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്നുള്ള. ഈ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഉള്ളുന്നതിങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയൊരു ഇതുവരെ വായിച്ചിട്ടില്ല. പ്രാക്ടിക്കലാണ് കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ലെവലാണ്, എക്സ്പീരിയൻഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ. അതാണ് ഒരു പ്രത്യേകത. 3 ദിവസം കോഴ്സ് കഴിഞ്ഞു നീന. ആ കോഴ്സിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ എങ്ങനെ പറയാം? ആ കോഴ്സിലൂടെ
ഫുൾ ബോഡി മൊത്തം മൈൻഡും നല്ല ഫ്രഷ്നെസ് ഉണ്ട്. മനസ്സും ശരീരം ഒക്കെ എന്ത് സംഭവിച്ചു? നല്ല ഫ്രഷ്നെസ് ഉണ്ട്. നല്ല ഫ്രഷായി, ടോട്ടലി ഫ്രഷായി മാറിയ ഫീലാണ് അല്ലേ? അപ്പോൾ പഴയൊരു ജീവിതം ഈ കോഴ്സിന് വരുമ്പോൾ മുമ്പേ ഉള്ള നീനയുടെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതത്തെയും കോഴ്സിന് ശേഷമുള്ള ജീവിതം എങ്ങനെ കമ്പയർ ചെയ്യാം, എങ്ങനെ പറയാം? ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു, പിന്നെയുള്ള അവസ്ഥ എന്തൊക്കെയാണ്? ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ഓക്കെ, ഒരു തെറാപ്പി ചെയ്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ആദ്യത്തെ ജീവിതം വളരെ മൂഡ് ഓഫ് ആയിരുന്നു, ബോറിംഗ് ലൈഫായിരുന്നു, ജീവിതത്തിൻ്റെ അർത്ഥമില്ല, ഒരു സുഖകരമായ ടെൻഷൻ പിടിച്ച ലൈഫായിരുന്നു. പിന്നീട് അങ്ങോട്ട് പിന്നെ ഇപ്പം കുറച്ചും കൂടെ ഓക്കെ സന്തോഷാവസ്ഥ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സാർ എങ്ങനെ പറയാം രൂപേഷ് സാർ? ആ പഴയ ലൈഫും കോഴ്സിന് വരുമുന്നുള്ള ലൈഫും ശേഷമുള്ള ലൈഫിനെ എങ്ങനെ കമ്പയർ ചെയ്യാം? ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് 1-1.5-2 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഒരുവിധം എല്ലാ എപ്പിസോഡിലും പ്രത്യേകത നമ്മളിപ്പോൾ ഇതേ ഒരുപാട് എപ്പിസോഡ് ചെയ്തു ഈ വിഷയത്തിൽ. അപ്പോൾ ഓരോ എപ്പിസോഡിലും 9 വർഷം കഴിഞ്ഞ ആളുകൾ, കോഴ്സ് കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞവർ, 8 വർഷം കഴിഞ്ഞവർ, 7 വർഷം, 6 വർഷം, 3 വർഷം, 4 വർഷമാണ്. അവിടെ പ്രത്യേകിച്ച് വർഷം കൂടുന്തോറും എക്സ്പീരിയൻസ്, പോസിറ്റീവ് എക്സ്പീരിയൻസ് കൂടി വരുന്നതായിട്ടാണ്. അപ്പം അപ്പോൾ സാറെ സംബന്ധിച്ചോളം നിങ്ങളെ സംബന്ധിച്ചോളം അത്ര പീരീഡ് ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി 1.5 മാസത്തിൻ്റെ അത്രയും മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, കോഴ്സ് കഴിഞ്ഞ ശേഷം കോഴ്സിലുണ്ടായ അനുഭവം പിന്നീട് ലൈഫിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ആ പോസിറ്റീവ്നെസ് കൂടി വരികയാണ്, അതല്ല താഴത്തേക്ക് ഇടിഞ്ഞിടിഞ്ഞ് പോകാൻ ചോദിച്ചാൽ എന്താ ഉത്തരം? കൂടി എത്ര കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതോറും കൂടി അങ്ങനെ വരികയാണ്, പോസിറ്റീവ്നെസ് കൂടുകയാണ്. സാധാരണ പറയാറ് അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. പിന്നെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് കഴിഞ്ഞാലും പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാൻ പറ്റില്ല, അത്രയും പോസിറ്റീവ് ഫ്രഷ്നെസ്, മൈൻഡും ബോഡിയെല്ലാം ഫ്രഷാണ്. അത് ജോലി സ്ഥലത്ത് പോയിട്ട് ടയർഡായിട്ട് തിരിച്ച് വന്നിട്ട് തെറാപ്പി ചെയ്താൽ പോലും നമ്മൾ വീണ്ടും റീഫ്രഷ് ആയി വരികയാണ്, കംപ്ലീറ്റ്ലി മെൻ്റലി ഫ്രീ ആയിട്ട്. അവിടുത്തെ എല്ലാ അസ്വസ്ഥതകളും അവിടുത്തെ സ്ട്രെസ്സൊക്കെ എല്ലാം മൈൻഡിൽ നിന്ന് പോയിട്ട് വീണ്ടും റീഫ്രഷ് ആയി വരികയാണ്. ആ ലെവലിലേക്ക് ഒരു ആദ്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനൊക്കെ ഒരു ദേഷ്യമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല, അങ്ങനെയാവുന്നില്ല കൂട്ടി പിടിച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും എങ്ങനെയാന്നുള്ളത്. അപ്പൊ അത് ഓരും കൂടി ഈ വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ അത് റിസൾട്ട് ഉണ്ടാക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ആ ദേഷ്യത്തിന് അവരെ സ്നേഹമായി മാറാണ്, അവിടെ അവരെ സ്നേഹിക്കാൻ പറ്റുകയാണല്ലേ? ആക്ച്വലി ഹഗ് ചെയ്ത് പിടിച്ചും കൊണ്ട് പണിക്കാര് ജോലിക്കാര് അങ്ങനെ ആ രീതിയിൽ ഉള്ളുന്ന ഫീല് വരികയാണല്ലേ? ഓക്കെ, അപ്പൊ അതിനകത്തായിട്ടുള്ള റിസൾട്ടും ഉണ്ടാകുന്നില്ലേ? അവരുടെ പെർഫോമൻസ് ലെവൽ കൂടുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ കൂടുന്നുണ്ട്. അതിനകത്തായിട്ട് ഗ്രോത്തും കാര്യങ്ങളെല്ലാം കൂടുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. ആ പ്രൊഫഷണൽ ലെവലിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഓക്കെ, അതോടൊപ്പം ഫാമിലി ലെവൽ ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യ ഭർത്താവ് എന്നൾക്ക് എന്ത് മാറ്റമാണ് ഇതിന് ശേഷം അനുഭവിക്കുന്നത് വെച്ചാൽ എങ്ങനെ പറയാം? എങ്ങനെ പറയാൻ പറ്റില്ല, വേറെ ലെവലിൻ്റെ അതല്ലേ? ഇതിനെ കേട്ടില്ലേ, പറയാൻ പറ്റാതെ അത് വേറെ ലെവലാവുന്നത്. ഇത് കളി വേറെയാ അല്ലേ? ലെവല് വേറെയാണ്. എന്നിരുന്നാലും ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവർക്ക് തിരിയാവുന്ന ഏതെങ്കിലും ഒരു ഭാഷയിൽ പറയാൻ ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ എങ്ങനെ പറയാം? ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉള്ളിലൊരു നെഗറ്റീവ്, ഒരു ദേഷ്യം വരികയായിരുന്നു ഈ ഭാര്യ ഭർത്ത ബന്ധത്തിൽ, വൈഫിൽ നിന്നുണ്ടായ ഇഷ്യൂസിലൊക്കെ, വീട്ടിലുള്ള കാര്യങ്ങൾ പ്രവൃത്തിയിലൊക്കെ. ഓക്കെ അപ്പോൾ ആദ്യം ദേഷ്യമായിരുന്നു വന്നെങ്കിൽ ഇപ്പോൾ എന്താ സാധനം വരും, ദേഷ്യത്തോടെ അല്ല സ്നേഹത്തോടെ വന്നിട്ട് ചേഞ്ചായി. പെട്ടെന്ന് നമ്മളെ ഈ ട്രെയിനിന്റെ ഒക്കെ ഈ സംഗതി എഞ്ചിനുകൾ മാറ്റുന്ന പെട്ടെന്ന് ക്ലക്ക് ചേഞ്ച് ആണല്ലേ? ട്രാൻസ്മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞ വേർഡ് ഓർമ്മയുണ്ടല്ലോ. സ്നേഹത്തോടുകൂടി വരികയാണ് ദേഷ്യം പതി വേണ്ടിയിട്ട് നമ്മളെ വാക്കുകൾക്ക് ഒരു ഇത് വന്ന് ഇത് മീൻസ് പോളിഷൊക്കെ വന്നിട്ട് സ്നേഹം കലർത്തിയിരിക്കണം അതിൻ്റെ കലർത്തിയ ഒരു വാക്കുകളിലേക്ക്. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? പലപ്പോഴും ദേഷ്യം വരുന്നു, എടുത്തടിച്ച മാതിരി പറയും, പിന്നെ ആ ദിവസം പോയാൽ പിന്നെ പോക്കട്ട, ആ ദിവസം അന്നത്തെ ദിവസം കംപ്ലീറ്റ് കോളായിരിക്കണം. വെരി ഗുഡ്. ഓക്കെ, നീന എങ്ങനെ പറയാം, എന്താണ് ചേഞ്ച് ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ലൈഫിൽ, ഫാമിലി ലൈഫിൽ, മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള? ദേഷ്യം പെട്ടെന്ന് അങ്ങനെ ക്ഷമിക്കുകയായിരുന്നു ശരിക്കും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. അന്നത്തെ അവസ്ഥയിൽ സഹിക്കുക എന്ന് വെച്ചാൽ ഉത്തരം. മുമ്പത്തെ ജീവിതത്തിൽ കോഴ്സിന് സഹിക്കുക എന്നില്ല, ഉള്ളിൽ സപ്രസ് ചെയ്യലാണ് സൈക്കിൾ. ഓക്കെ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തിരിയാണല്ലേ? അത് മമ്മ പൊട്ടലായിരിക്കും, അതായത് ആദ്യത്തെ അവസ്ഥ. ഓക്കെ, ഇപ്പൊ ദേഷ്യം വരെങ്കിലും ഒന്ന് മാറ്റി നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട് അർത്ഥം അല്ലേ? മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ദേഷ്യത്തെ. ഇതിന് അതന്നെ സ്നേഹമായി മാറുന്നില്ല കുറച്ച് കഴിയുമ്പോൾ? സെക്കൻഡ് വെച്ചിട്ട്, അതാണ് ഒരു പോയിന്റ്.
ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ. ആദ്യം ആ ദേഷ്യത്തൊന്ന് മാറ്റിയെടുക്കാൻ പറ്റിയ അതെ, ആ ദേഷ്യം വെറുപ്പായിട്ടൊക്കെ മാറും പിന്നീട് അല്ലേ, അതങ്ങനെ ഉള്ളിലേക്ക് അടിഞ്ഞു കൂടാണ്. കൂടാണ്. പെട്ടെന്ന് പൊട്ടിത്തെറി. നമ്മൾ പറയണ്ട സൈക്കോളജിയിൽ, അതൊരു ഒട്ടകത്തിൻ്റെ പുറത്ത് ഒരുപാട് ലോഡ് വെച്ച് 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 അവസാനം ഒരു പുൽക്കൊടി ഇവിടുണ്ടല്ലോ, ഒരു പുൽക്കൊടി ഇങ്ങനെ വെക്കുകയാണ്. ആ പുൽക്കൊടി വെക്കുമ്പോഴാണ് ഒട്ടകം വീഴുന്നത്. അപ്പോൾ കാണുന്ന ആളെന്ത് വിചാരിക്കുന്നത്, അയ്യോ ഒരു പുൽക്കൊടി വെക്കുമ്പോഴത്തേക്ക് ഈ ഒട്ടകം വീഴേണ്ട വല്ല ആവശ്യമുണ്ടോന്നാണ്. പക്ഷെ ആക്ച്വലി ഒരുപാട് ലോഡവിടെ കിടക്കുകയാണ്. ഇതേപോലെ നമ്മുടെ മൈൻഡിൻ്റെ അകത്ത് ഒരുപാട് ലോഡ് അമർത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. രണ്ട് രീതിയിലാണ് ഉണ്ടാവും. ഒന്നുകിൽ മറ്റുള്ള ആളിലേക്ക് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കും. ചിലപ്പോൾ ഈവൻ ജീവൻ പോലും നശിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ. ചില ആൾ മറ്റുള്ളവരെ ആക്രമിക്കും, അല്ലെങ്കിൽ സ്വയം ആക്രമിക്കും. അതാണ് ജീവൻ നശിപ്പിക്കൽ. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ നടുക്കുള്ള ഒരു അവസ്ഥയിലെത്താണ് ഇപ്പോൾ അല്ലേ. ആ കൺട്രോൾഡ് സ്നേഹമായി മാറുകയാണ് ആ ദേഷ്യം. അപ്പോൾ പഴയ ലൈഫ് ഇപ്പോഴത്തെ ലൈഫ് അങ്ങനെ ഒരു രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. അതല്ല ഒരു ചെറിയ വ്യത്യാസമാണ്. എങ്ങനെ പറയാം സാർ, എങ്ങനെ പറയാം പഴയ ലൈഫും ഇപ്പോഴത്തെ ലൈഫും? ഒരുപാട് മാറിയില്ല. കംപ്ലീറ്റ് വെരി ഗുഡ്. കംപ്ലീറ്റ് മാറി. അത് ഒരു മാസമായിട്ടുള്ള കോഴ്സ് ചെയ്തിട്ട് ഓരോ ദിവസം ഇത് ചെയ്യുമ്പോൾ ഫ്രഷായി. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ 9 വർഷമുള്ള ആളൊക്കെ പറഞ്ഞാൽ ആ ലെവലിലേക്ക് സാർക്ക് ഇപ്പം എത്താൻ. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത കാലാവധി കൂടുന്തോറും റിസൾട്ട് കൂടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക. അത് നമ്മളെന്താ ചെയ്യുന്നത് ലൈവ് തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയുന്നൊക്കെ കൂടുന്തോറും ഹാപ്പിനെസ് കൂടിയാണ്, ഫ്രഷ്നെസ് കൂടിയായി വരികയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ സ്വാഭാവികമായിട്ട് ചാലഞ്ചസ് വരും. ആ ചാലഞ്ചസിന് വരുമ്പോൾ ആ ചാലഞ്ചസിലൂടെ വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജിയെ പോസിറ്റീവാക്കി എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് തെറാപ്പിയിലൂടെ നടക്കുന്നത്. അപ്പോൾ ഓരോ ചാലഞ്ചസിലൂടെയും വരുന്ന എനർജിയെ, നെഗറ്റീവ് എനർജിയെ പോസിറ്റീവാക്കി മാറുമ്പോൾ നിങ്ങൾ ലൈഫിൽ ഉയർന്ന് പോയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും സ്വാഭാവികമായിട്ടും ജീവിതത്തിലായിരുന്നാലും പ്രൊഫഷണൽ ലൈഫിലായിരുന്നാലും എവിടെയെങ്കിലും പ്രതിസന്ധികളുണ്ടാവില്ല, ചാലഞ്ചസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ചാലഞ്ചസിനൊക്കെ നമ്മൾ പഠിപ്പിച്ച ടൂൾസ് ഉപയോഗിച്ചിട്ട് നേരിടുമ്പോൾ വീണ്ടും ഉയരങ്ങളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും കഴിയും തോറും ഉയരങ്ങളിലേക്ക് പോകണം. അതാണ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓരോ വാക്കുകളിലാണല്ലോ നമ്മൾ അത് പ്രയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് റിസൾട്ട് ഭയങ്കരം തന്നെയാണ്. ഗംഭീര റിസൾട്ടാണല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നീനാനോട് ചോദ്യം. ഈ കോഴ്സിന് ശേഷമുള്ള ഭർത്താവും ആദ്യമുള്ള ഭർത്താവും എന്താണ് മാറ്റം? ഭർത്താവിൻ്റെ മാറ്റത്തെ എങ്ങനെ പറയാം? ഭർത്താവിനെ കുറിച്ചുള്ള മാറ്റം ശേഷം നല്ല മാറ്റമുണ്ട്. ഓക്കെ. അതിനു മുന്നേ ദേഷ്യവും വെറുപ്പും. ഓക്കെ. അല്ല, പൊതുവെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ്. ഓക്കെ. മുമ്പത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഓക്കെ. തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സൊക്കെ കഴിഞ്ഞാൽ ദേഷ്യം കുറഞ്ഞു. ഓക്കെ. പിന്നെ പറഞ്ഞൊക്കെ മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ആ സ്നേഹം ശരിക്ക് ഫീലിംഗ് ലെവലിൽ തന്നു തുടങ്ങിയില്ല. അല്ലെങ്കിൽ ഭയങ്കര എപ്പോഴും വേറെ ലെവലായി. അല്ല, എപ്പോഴും ഒരു ദേഷ്യത്തോടെയാ. നമ്മള് നന്നായിട്ട് നിന്നാലും ഒരു ദേഷ്യത്തോടു കൂടിയാ. അതായത് ആദ്യ ദിവസം അല്ല, അത് പറഞ്ഞ മടി കാണിക്കും. കാരണം മിക്കവാറും ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഫാമിലി ലൈഫിൽ നിന്ന് ഇങ്ങനെയാണ് ആൾ ചെയ്യാൻ, പരസ്പരം ശണ്ടകളും വഴക്കുകളും ഇതൊക്കെ തന്നെയുള്ള അവസ്ഥ. പക്ഷേ കോഴ്സിന് ശേഷമാണ് ഇതൊക്കെ മാറ്റം വരുന്നത്. ഓക്കെ. പിന്നെന്തൊക്കെ അങ്ങനെ പറയാം? പിന്നെ പുറത്തു പോയാലാണെങ്കിൽ എന്താ പറയാ, ആദ്യം അങ്ങനെയായിരുന്നു. പുറത്തു പോയാലൊരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റുന്നു. പുറത്ത് ഉദ്ദേശിക്കുന്നത് ഈ കടപ്പുറം പോലെയുള്ള അങ്ങനെയാണ്. കടപ്പുറത്ത് ബീച്ചിൽ അങ്ങനെയൊക്കെയാണ്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അവർ ശരിക്കും ആസ്വദിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? പ്രസന്റ് മൊമെന്റിൽ അതാണ് വേണ്ടത്. ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക. നമ്മളെവിടെയാണ് അവിടെ ആയിരിക്കുക. ആ ലെവലിലേക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ കഴിയുന്തോറും ഇങ്ങനെ അതിലേക്ക് തന്നെ ചെയ്യുന്നത് എന്താണോ അതിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ഇങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ കോഴ്സിൽ തെറാപ്പി കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു സ്നേഹം വന്നിട്ട് അപ്പം തന്നെ അവിടെ തന്നെ ഹഗ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായല്ലോ. എങ്ങനെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക? ആ കോഴ്സിൽ വെച്ചിട്ട് തന്നെ ഭർത്താവിനെ ഹഗ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ വല്ലാത്തൊരു സ്നേഹമുള്ള ആ സമയത്ത് സംഭവിച്ചത്. എങ്ങനെ പറയാനെ കുറിച്ച്, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്? അത് ഭയങ്കര വല്ലാത്തൊരു എനർജി ലെവലല്ലേ? ഓക്കെ. അത് ഇതുവരെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി അങ്ങനെ ഉണ്ടായില്ല. ഫീൽ ചെയ്യാൻ പറ്റുന്ന സ്നേഹം നമ്മൾ തിയറി വാക്കുകൾ പറഞ്ഞെടുക്കാനുള്ളൂ. ഓക്കെ. ഇനി രൂപേഷ് സാറാണ് ചോദ്യം. അതായത് കോഴ്സിന് ശേഷമുള്ള ഭാര്യയെ കുറിച്ചിട്ട് അല്ല മുന്നത്തെ ഭാര്യ എങ്ങനെ കമ്പയർ, എന്താ ഡിഫറൻസ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പറയാം? എന്താണ് അവളിലുണ്ടായ ചേഞ്ച്? എന്തൊക്കെ ചേഞ്ചുകളാണ് കാണുന്നത്? കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു എനർജി അറിയാൻ കഴിയും. എനർജി ഫീൽഡ് അറിയുന്നുണ്ട്, ശരിക്കും ആക്ച്വലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കാന്തികത പോലെ. ഓക്കെ. നമ്മളിപ്പോൾ കിടന്നാൽ തന്നെ അത് കൂടുതലും ഞാൻ മനസ്സിലാക്കി അങ്ങനെ എന്താ പറഞ്ഞാൽ ആ ഒരു എനർജി
കുട്ടികൾക്കാന്ന് തോന്നുന്നു കൂടുതൽ ഇത് കിട്ടുന്നത്. കുട്ടികൾ കിട്ടും, കാരണം അവർക്ക് റിസപ്റ്റിവിറ്റി കൂടുതലാണ്. അവർക്ക് മാസ്ക് ഇല്ലല്ലോ. അതാണ് ഇങ്ങോട്ട് തീർച്ചയായിട്ടും അത് മാസ്ക് കുറവാണ് അവർക്ക് കൂടുതൽ ഇത് കിട്ടാൻ. ഓക്കെ, ഒരുപാട് മാറ്റമുണ്ട്. അല്ല എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. എന്തൊക്കെയാണ് ഭാര്യയിലുണ്ടായ മാറ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും? പ്രവൃത്തിയിൽ തന്നെ ഒരുപാട് മാറ്റം. ഓക്കെ, കിച്ചണില് ആ ഒക്കെ മാറ്റം. എൻജോയ് ചെയ്തിട്ട് എൻജോയ് ചെയ്ത് കിച്ചൺ വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മുമ്പത്തെ വ്യത്യസ്തമായിട്ട്. അതിൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസം ഉണ്ടോ? പിന്നെ റൂമിന് തന്നെ ഒരു മാറ്റം. ആ ഫിസിക്കലി തന്നെ റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറി. ഒക്കെ മാറി. എങ്ങനെയാണ് പറയാൻ പറ്റും എന്താണെന്നുള്ളത്? എന്താണ് മാറിയെന്ന് ചോദിച്ചാൽ ഒരു ചിട്ട. ആ ഓക്കെ, ഒരു അടുക്കും ചിട്ടൊക്കെ വന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതാണ് ഇറിറ്റേഷൻ വരുന്നത് ചില സമയത്ത്. ഓക്കെ, ആ ചിട്ട മാറിയപ്പം തന്നെ ഓക്കെ, ടോട്ടലി മാറി. വെരി ഗുഡ്, വെരി ഗുഡ്. യൂട്യൂബിലൂടെ കുറെ NLP ഇത് കണ്ടിട്ടുണ്ടെങ്കിലും യൂട്യൂബിന്റെ ഇതിൽ നിന്ന് വന്ന വെളിച്ചോ ഈ പുസ്തകം കൂടി തമ്മിൽ വായനയിലൂടെ കൂടി വന്നപ്പോ ആ ഒരു വെളിച്ചം കൂടെ വന്നതാണ്. ഓക്കെ, വന്നപ്പോ അതാണ് ഈ കോഴ്സിലൂടെ കോഴ്സും കൂടെ ആയപ്പോൾ ഒന്നും കൂടി പവർ കൂടാണ് അല്ലേ? എന്താന്നുള്ള അറിയണല്ലോ. ഓക്കെ, ഈ ഉള്ളിലുള്ള സാധനം എന്താണ് ഈ ടെക്നിക്ക് എന്നുള്ള അറിയാൻ വേണ്ടി അങ്ങനെയാണ് കോഴ്സിലൂടെ വന്നത്. അപ്പോൾ നമ്മൾ ചോദ്യം ഇതായിരുന്നു, എന്താണ് ഭാര്യയിലുണ്ടായ മാറ്റം നിങ്ങളുടെ വ്യൂ പോയിന്റിൽ? വേറെ എന്തൊക്കെയാണ് കണ്ട മാറ്റങ്ങൾ? പഠിക്കാനുള്ള കൂടുതൽ ഒക്കെ പണ്ട് ഇതിനേക്കാളും പഠിക്കാനുള്ള താല്പര്യം കൂടിയുണ്ട്. ഓക്കെ, എന്തിന് വേണ്ടിയിട്ടാന്നൊക്കെ ചോദിക്കും ചില സമയത്ത്. ഓക്കെ, ബേസിക്കലി സാറ് ഏതാ കോഴ്സൊക്കെ ചെയ്തത്? എങ്ങനെ അക്കാഡമിക്കലി കോഴ്സ് ഏതാണ് ചെയ്തത്? SLC കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സാണ് ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ പഠിക്കാനുള്ള താല്പര്യം കൂടിയുണ്ട് വൈഫിന് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. രാവിലെ നേരത്തെ എണീറ്റ് പോയി. ആ അത് ശരി. കുറെ മാറ്റം. വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാം. ഓക്കെ, ഇപ്പം കുറച്ചും കൂടെ ഫ്രീ ആകുമ്പോഴൊക്കെ വായിക്കും. ഓക്കെ, ഇപ്പോഴും ബുക്ക് വായിക്കാറുണ്ടായിരുന്നു. ആ ഓക്കെ, വെരി ഗുഡ്. പിന്നെ മകളും വൈഫായിട്ട് പണ്ടുള്ളതിനേക്കാളും കൂടുതലൊരു അറ്റാച്ച്മെന്റ്, കൂടുതൽ അടുപ്പം വന്നിട്ടുണ്ട്. ഒരു അടുപ്പം കൂടുതൽ വന്നിട്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇവരറിയില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വേഗം മനസ്സിലാകും. ആ ഓക്കെ, ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ പറയാം കുട്ടിയായിട്ടുള്ള ബന്ധം? കുട്ടിയുടെ പേരെന്താണ്? വേദയായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടുത്തുണ്ട്. മുമ്പത്തേനേക്കാൾ ഭയങ്കര ഫീലിങ്സ് ലെവൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമാണ്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിലും ആ മാറ്റം കാണുമല്ലോ. ചെയ്ത് കഴിഞ്ഞ ഒരു കുട്ടീനോട് പറയും പ്രാർത്ഥിക്കുകയാണെന്ന് പറയും. അപ്പൊ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ വന്ന് നോക്കി കഴിഞ്ഞാല് കെട്ടിപ്പിടിച്ച് ഉമ്മാര് കുറഞ്ഞത്. അവൾ ഇങ്ങോട്ട് തന്നെ, വേദ ഇങ്ങോട്ട് തന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാര് ചിലപ്പോ ചെവിക്കൊക്കെ. കുട്ടികൾക്ക് എനർജി പെർസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. കാരണം ഇപ്പോൾ ചെറിയ കുഞ്ഞിനെ ആലോചിച്ച് പ്രസവിച്ച ഉടനെ എന്താ ചെയ്യുന്നവർ? അമ്മമാർ പാല് കൊടുക്കുമ്പോൾ അവർ കണ്ണിലേക്കാണ് നോക്കും. കണ്ണിനെ സെൻസ് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഓരോ വികാരങ്ങളെയും കണ്ണിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇവരി ഇമോഷൻസ്, നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട്. അത് നോക്കിയിട്ടാണ് അമ്മ ഇപ്പോൾ ദേഷ്യത്തിലാണോ, അമ്മ സന്തോഷത്തിലാണോ, അല്ല ആ കുട്ടിക്ക് അറിയുന്ന. കാരണം അതിൻ്റെ ഭാഷയില്ല, അതിൻ്റെ ഭാഷ അതാണ്. ഫീലിംഗ് ലെവൽ, എനർജി ലെവലാണ് കൂടുതലും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഐ കോണ്ടാക്റ്റിൻ്റെ. അത് ഈ കോഴ്സിൻ്റെ അത് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ആ കുട്ടിയുടെ അത് കണ്ണിലുകളിൽ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാത്തൊരു എനർജി അവിടെ ഫീൽ ചെയ്യും. പോസിറ്റീവ് എനർജിയാണ്, വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ എനർജി. അത് മകളുടെ റിസൾട്ടും വരുന്നുണ്ട് കുട്ടിയിൽ നിന്ന്. ആ സംസാരമൊക്കെ ആ ഫസ്റ്റത്തെ പോസിറ്റീവ് തെറാപ്പിയൊക്കെ, പോസിറ്റീവ് ബൂസ്റ്റിംഗ് തെറാപ്പിയൊക്കെ ചെയ്തപ്പോൾ ആ ലെവലിൽ കുട്ടീൻ്റെ ചെയ്തോ, വേദയുടെ ചെയ്തോ? ഇല്ല, അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളതായില്ല. കുട്ടിക്ക് ചെയ്യാനല്ല, കുട്ടീനെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോ? ഇമാജിനേഷൻ വിഷ്വൽ തെറാപ്പി ചെയ്തപ്പോൾ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. വൈഫിനാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ എന്താണ് കൂടുതൽ പറയാനുള്ളത്? കോഴ്സിൻ്റെ ഉണ്ടായ മാറ്റങ്ങൾ കൂടുതൽ എന്താണ്, എങ്ങനെ പറയുന്നത്? മൊത്തത്തിൽ ഭാര്യ ഭർത്താവ് നിങ്ങൾക്ക് വല്ലാതെ ഡീപ്പറിലേക്ക് പോയി സ്നേഹാവസ്ഥ കൂടി കുറച്ചും കൂടെ വിഷ്വലൈസിങ്. നമ്മള് ഇങ്ങനെ തെറാപ്പി ചെയ്യുമ്പോൾ, കണ്ണടച്ച് തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ കാണാത്ത സ്ഥലങ്ങളും വീടുകളും അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഞാനൊന്ന് വരുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് രാവിലെ തെറാപ്പി ചെയ്യും. ഞാൻ ചോദിച്ചു, ഞാൻ കമന്റ് ചെയ്തിട്ട് ഒരാഗ്രഹമാണ്. ഓ ശരിയാണ്. ഇത് ചെയ്ത് വരുമ്പോൾ വളരെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുക. അവിടെ എന്താ പറയുക, അവിടെ നിന്ന് കിട്ടുന്ന സന്തോഷം നമ്മൾ ചെയ്തു കൊടുക്കും തോറും ആളാണ് അനുഭവിക്കുന്നെങ്കിലും നമ്മൾ ആ ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ. ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രാക്ട്. നമ്മൾ ബേസിക്കിൻ്റെ പാടാണല്ലോ.
എനർജി നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, ഉള്ളത് നശിപ്പിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ 7 വയസ്സ് വരെ ജീവിച്ച ആ സന്തോഷാവസ്ഥ, അതിൻ്റെ മേലെ ഒരുപാട് നെഗറ്റീവ് വന്ന് മൂടിയിട്ടാണ് അത് നഷ്ടപ്പെടുക എന്നുള്ള വാക്ക് ശരിയല്ല, അത് അവിടെ തന്നെ ഉണ്ട്, തൽക്കാലം മറന്നു പോയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരുന്നത്. അവിടെയാണ് വീണ്ടും നിങ്ങൾ തെറപ്പി ചെയ്യുമ്പോൾ ആ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആ ഫ്രഷ്നെസ്, ആ ഇന്നസെൻസ്, ആ നിഷ്കളങ്കത, ആ സന്തോഷം, ആ ആത്മവിശ്വാസം, ആ ധൈര്യം, ഇതാണ് സംഭവിക്കുന്നത്. ഓരോ തവണ ചെയ്യുമ്പോഴും ലൈഫിൻ്റെ ഓരോ ചാലഞ്ചസിൽ കടന്നു പോകുമ്പോഴും വീണ്ടും ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? ഓക്കെ, നമ്മളെ മനസ്സിനെ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യാനുള്ളതാണ് തെറാപ്പി. തീർച്ചയായിട്ടും അത് എല്ലാ ദിവസവും ചെയ്യുന്നതിനനുസരിച്ച് അത് നമ്മൾ കുളിക്കുന്നവരാണ്. നമ്മൾ ഡെയിലി കുളിക്കുമല്ലോ. ഞാൻ ഇന്നലെ കുളിച്ചാണ്, മിഞ്ഞാന്ന് കുളിച്ചാണ്, ഇനി കുളിക്കുന്നില്ല, അങ്ങനെയല്ലല്ലോ. അപ്പം ഡെയിലി കുളിക്കാം. പറഞ്ഞു എന്താ പറഞ്ഞാല് നമ്മള് വളരെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചതാണ് എന്ത് ബ്രഷ് ചെയ്യുക. അതെ, കറക്റ്റ്. ഇതുവരെ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ശരി, അതേമാതിരി ജീവിതത്തിലെ ഒരു ഭാഗം തീർച്ചയായിട്ടും കറക്റ്റ്. കാരണം ഓരോ തെറാപ്പി ചെയ്യുമ്പോൾ ആ നെഗറ്റീവാണല്ലോ എടുത്ത് പുറത്തേക്ക് പോകുന്നത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കില്ല, നമ്മൾ കഴിച്ച ഭക്ഷണം നിശ്ചിത മണിക്കൂർ കഴിയുമ്പോൾ അത് പുറത്ത് പോകണം. നമ്മൾ കഴിച്ച വെള്ളം അല്ലെ നിശ്ചിത മണിക്കൂർ കഴിയുമ്പോൾ അത് പുറത്ത് പോകണം. നമ്മൾ ഉള്ളിലേക്കെടുത്ത ശ്വാസം ഏതാനും മിനിറ്റ് അപ്പം തന്നെ അത് പുറത്ത് പോകണം. അപ്പം അകത്തേക്ക് പോയതെല്ലാം പുറത്ത് പോകണം എന്നാണല്ലോ നിയമം. ഇതേപോലെ നമ്മളെ അകത്തേക്ക് കയറിയ ദേഷ്യമായിട്ട്, അസൂയായിട്ട്, പകയായിട്ട്, വെറുപ്പായിട്ട്, വിദ്വേഷങ്ങളാവട്ടെ, ഇതൊക്കെ കുറേ കാര്യങ്ങൾ നെഗറ്റീവ് ഒരുപാട്. ഇതൊന്നും പൊതുവേ പറയുമ്പോൾ പഴയ കാലത്ത് നിങ്ങളുടെ ലൈഫിലും പൊതുവേ പൊതുജനങ്ങൾ ഇത് പുറത്ത് പോകുന്നില്ലല്ലോ, ഇതെല്ലാം ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കണം. അവിടെയാണ് ഈ ടൂൾ ഉപയോഗിച്ചിട്ട്, ഈ ടെക്നിക്കൽ, ഈ തെറാപ്പി വെച്ചിട്ട് പുറത്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉള്ളി തോല് പൊളിച്ചതുപോലെ പൊളിച്ച് അവസാനം നമ്മൾ എവിടെ എത്തുന്നത്? ആദ്യത്തെ 7 വയസ്സിലുള്ള അവസ്ഥ, നിഷ്കളങ്കമായ ഹാപ്പിനെസ്സിലേക്ക്, അതിരുകളില്ലാത്ത സ്നേഹാവസ്ഥയിലേക്ക്, അതിരുകളില്ലാത്ത കാരുണ്യത്തിലേക്ക്, അവിടെയാണ് നമ്മൾ എത്തുന്നത്. തീർച്ചയായിട്ടും അവിടെ എത്തുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ പോലും മാറ്റം വരില്ലേ? ഭാര്യയോടുള്ള പെരുമാറ്റം മാറുന്നു, ഭർത്താവിനോടുള്ള പെരുമാറ്റം മാറുന്നു. പൊതുവേ പറയുമ്പോൾ സമൂഹത്തിൽ പറയുന്നൊരു വാക്കാണെന്ത്, എല്ലാ എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെരുമാറ്റം അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല, ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല എന്നാണ് സമൂഹത്തിലെ വെപ്പ്. വെറുതെ മാറ്റാൻ പറ്റില്ലേ? മാറിയില്ലേ? നിങ്ങളുടെ മാറിയല്ലോ. മറ്റൊന്ന് പറയാൻ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലേ? എത്രത്തോളം അന്ധതയാണ് അതല്ലേ? പൊതുവെ അതാണ് പലപ്പോഴും എഴുത്തിൽ കാണാം, പുസ്തകത്തിൽ കാണാം, ഒരാളുടെ ബേസിക് സ്വഭാവം മാറ്റാൻ പറ്റില്ല. നമ്മൾ കോഴ്സിൽ വന്ന ആളുകൾക്ക് ഒരാളും വിളിച്ചു വന്നു, സാർ ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം, ഇതാകെ മാറി. എങ്ങനെയാണ് മാറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങളിത് ബോധപൂർവം ചിന്തിച്ച് മാറ്റിയതാണോ, മാറ്റം ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണോ കോഴ്സിന് ശേഷം? ഇത് സംഭവിക്കുന്ന അവിടെ ഓട്ടോമാറ്റിക്കലി മാറും. അല്ലാതെ ഞാൻ ഇനി മുതൽ ഭർത്താവിനോട് ഞാൻ നെഗറ്റീവ് പറയില്ല, പോസിറ്റീവ് പറയട്ടെ എന്ന് വിചാരിക്കുന്നതാണോ? അല്ലല്ലോ. ആ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു നിങ്ങൾ പരസ്പരം ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ, സംസാരം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുകയല്ലേ? അത് തന്നെയാണല്ലോ പുസ്തകം. ഇത് ഇതൊന്നും അല്ലല്ലോ, എവിടെയോ ഉള്ളിൽ നിന്നുള്ള വരുന്നതല്ല, അതേമാതിരി ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരിക. ഇവിടുന്ന് ഇന്നർ ഗുരു ഇന്നർ ഗുരു ഉണർന്നിരിക്കുകയാണ് പറഞ്ഞില്ല. ആ കോമ്പാസ്, ആ ഇന്നർ ഗുരു അകത്തുള്ള ആ വിസ്ഡം അകന്ന് വരുമ്പോൾ ആണ് അത് സംഭവിക്കുന്നത്. വേറെ അനുഭവം എന്താ പറഞ്ഞാല്, ഉറങ്ങിക്കഴിഞ്ഞാല് ആ ആള് നമ്മള് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാര്യം, ഒരു സിനിമ കാണുമ്പോഴുള്ള ഒരു അനുഭവം എന്താ, രാത്രി അതുപോലെയാണ് ലൈഫ് ഉള്ളത് അല്ലേ? ലൈഫ് അത്രയും സന്തോഷകരം, ഭയങ്കര സന്തോഷത്തോടി അല്ലേ? രാവിലെ എണീക്കുമ്പോ വല്ലാത്തൊരു വലിയ മുറി ഒന്ന് എണീറ്റാലോ എന്തൊരു ഫ്രഷാ. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ആദ്യമൊക്കെ കോഴ്സിൽ വരും മുമ്പ്. ഓക്കെ, പകരുമ്പോൾ വല്ലാത്ത സന്തോഷം. എവിടുന്ന് ഈ സന്തോഷം വരുന്ന പിടുത്തം കിട്ടുന്നുണ്ട്, എങ്ങിടുന്നാ വരുന്നത് മനസ്സിലാവില്ലല്ലേ? മാതിരി ഹാപ്പിനെസ്. ഒരുപാട് ജീവിക്കണം എന്നുള്ള കൊതി വരുന്നില്ല ഇപ്പൊ. അതുകൊണ്ട് തന്നെ വർഷം വെറുതെ കുറെ വർഷം പോയല്ലേ? ജീവിച്ചിരുന്നോ ശരിക്കും അന്ന്? ഞാൻ പറയാറുണ്ട് സാധനം, ഒരു ഡമ്മി പോലെ വെറുതെ റിയലി എക്സിസ്റ്റിങ്. ജീവനുള്ളതുകൊണ്ട് നിലനിന്നു എന്നല്ലാതെ ജീവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ജീവിക്കുന്നത് അല്ലേ? എങ്ങനെ പറയാം ഈ വിഷയത്തെ കുറിച്ചിട്ട്? ഈ പറഞ്ഞു ശരിക്കാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവസ്ഥ എന്താ? രാവിലെ നേരത്തെ നല്ല ഫ്രഷ്നെസ്, ഫുൾ ഫ്രഷ് ആയിട്ട് ഹാപ്പി ആയിട്ടല്ലേ അല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് അല്ലേ? ആ ഒരു ഉറക്കത്തിൽ തന്നെ ഏതോ ഒരു ലെവലിൽ പോകുന്നു. അത് ഉറക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടുമെന്ന് അർത്ഥം. അങ്ങേറ്റം ഡീപ്പർ സ്ലീപ്പൊക്കെ കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. സ്ലീപ്പിന്റെ ലെവലൊക്കെ മാറിയില്ലേ? ഉറക്കിന്റെ ലെവലൊക്കെ മാറി. പിന്നെ രാവിലെ എണീക്കുമ്പോൾ മുമ്പൊക്കെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് കിട്ടുമായിരുന്നു, ഫ്രഷ്നെസ് കിട്ടുമായിരുന്നു മൈൻഡ്? ഇല്ലല്ലോ. കോഴ്സ് കഴിഞ്ഞോട് സംഭവിക്കുന്നു വല്ലാത്തൊരു ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റിങ് വരാൻ പറ്റും. വല്ലാത്തൊരു പ്രതീക്ഷ. കോഴ്സ് നമ്മൾ തെറാപ്പി ചെയ്തതിനു ശേഷം ആ വലിയ മുറിവില്ലേ, ഓക്കെ,
അത് അത് വേറെ ലെവലാ. അത് എന്താ പറയാ, എന്നോടൊന്നും അത് ചെയ്യാൻ അനുഭവിക്കുക എന്നുള്ളത് എന്ത് പറയാനല്ലേ അല്ലെ, അത് ചെയ്യാൻ അനുഭവിക്കുക ഇത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ? പറയാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലില് ആ പറയാനുള്ള ഒരു ഇതില്ല എങ്ങനെയാന്നുള്ള ഇത്രയും ഒരു എനർജിയാണ്. അതിനോട് വലിഞ്ഞ് മുറുകുമ്പോഴേക്ക് ബോഡി മൊത്തം ഒരു എനർജി, പോസിറ്റീവ് എനർജി വന്നറിയാം, കവറേജ് കവർ ചെയ്യപ്പെടുന്ന അവസ്ഥ അല്ലേ, ഒരു പോസിറ്റീവ് എനർജി. സാധനം ഒരു നമ്മൾ അറ്റാക്ക് ചെയ്യാത്തൊരു രീതിയിലുള്ള പുറത്തുനിന്നുള്ള ഫയറിങ് നമുക്ക് കുടുങ്ങൂല എന്നുള്ള ഒരു കവചം പോലെ, ഒരു കവചമാണ്. ഒരു മെന്റൽ കവചം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. സന്തോഷത്തിന്റെ അത് ശാന്തി സമാധാനമൊക്കെ ഒക്കെ വരും. അപ്പോൾ രൂപേഷ് സാർ, അപ്പോൾ ഇത്രയും വർഷത്തെ എൻ്റെ അനുഭവത്തിനുണ്ട്, 10-25 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. NLP, ടി അങ്ങനെ പല സൈക്കോളജി, NLP തെറാപ്പി ഫീൽഡൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ട്രെയിനിങ് ഫീൽഡുകൾ. ഇത്രയും കാലമായിട്ട് നമ്മൾ ഇതൊന്നും ജനങ്ങളിലേക്ക് വല്ലാതെ പറഞ്ഞിരുന്നില്ല. മൗത്ത് ടു മൗത്തായിട്ടാണ് ആളുകൾ ഇങ്ങനെ വന്നത്. അങ്ങനെ ഒരു എക്സ്പോഷറോ അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തിരുന്നില്ല. അപ്പം അതിന് ഒരുപാട് കാരണങ്ങളൊന്നും ഇതാണ്. കാരണം ഇതൊരു ഡീപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ അത്രയും ഡീപ്പർ കോഴ്സ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആളുകളോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഇത് കിട്ടുന്നു. ഓക്കെ, ഈ കോഴ്സിന്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു എനർജി ലെവൽ കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ആളുകൾ അറിയണമെന്നുള്ളത്. എല്ലാവരും ഹാപ്പി മൂഡിൽ എത്തണം. എല്ലാവരും ഹാപ്പി ഉള്ളത് എനർജി എന്താണെന്ന് അറിയണം. തീർച്ചയായിട്ടും ആ എനർജി ഉണ്ട് എന്നുള്ളത് അല്ലേ, ആളുകൾക്ക് അറിയില്ല. നമ്മൾ കേവലം ഈ കാണുന്ന ബോഡി ഉള്ളൂ എന്നുള്ള നമ്മൾ ധാരണ. ഒരു എനർജി ലെവൽ അവിടെ ഉണ്ടല്ലോ, എനർജി ഫീൽഡ് നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്തത്. എങ്ങനെ പറയും നീന മാഡം, എങ്ങനെ പറയും അത് ആളുകളിലേക്ക് ഇത് തെറാപ്പി എത്തണം, എല്ലാവരും ഈ കോഴ്സ് എത്തണം. ഓക്കെ, ഇതിലൂടെയുള്ള മാറ്റങ്ങൾ തെറാപ്പി ചെയ്തിട്ട് തന്നെ അറിയണം. തീർച്ചയായിട്ടും. ഓക്കെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാര്യം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞു, ലൈഫിൻ്റെ ആ ചേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭാര്യഭർത്താവ് വ്യത്യാസം പറഞ്ഞു, അതുപോലെ തന്നെ സ്വഭാവം, പെരുമാറ്റം, ആറ്റിറ്റ്യൂഡിലൊക്കെ എല്ലാം മാറ്റം വന്നല്ലോ. അവസാനമായിട്ട് ഈ കണ്ടിരിക്കുന്ന ഓഡിയൻസിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ എന്താ പറയുക? അവരോട് എന്താ പറയാനുള്ളത്? എന്താണ് അവരോട് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? ആദ്യം സാർ പറയട്ടെ. എല്ലാവരും ഈ ഒരു കോഴ്സ് അങ്ങോട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതൊരു വേറെ ലെവലാണ്. ഓക്കെ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞാൽ ഓക്കെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്തായാലും പറ്റില്ല. ഓക്കെ, ആ ഈ ഒരു എനർജി അറിയണം എല്ലാവരും. തീർച്ചയായിട്ടും. എന്താണ് ജീവിതം എന്നുള്ള എനർജി അനുഭവിച്ചറിയണം. തീർച്ചയായിട്ടും. ഓക്കെ മാം, എങ്ങനെ പറയാം അവരോട്? എല്ലാവരും ഈ NLP പ്രോഗ്രാമിങ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ തെറാപ്പി ചെയ്യുന്നതിലൂടെ നല്ലൊരു എനർജി ലെവലിൽ എത്താൻ പറ്റും. പിന്നെ നല്ലൊരു ഹാപ്പി മൂഡാണ് ഈ തെറാപ്പി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും ഈ തെറാപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പതിയെ കൺക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ പ്രേക്ഷകരായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അവസാനമായിട്ട് പറയേണ്ടത് ഇതാണ്, ഞാൻ ഓരോ എപ്പിസോഡിലും പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ നെഗറ്റീവ് എനർജിയെ തന്നെയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ എന്ത് ചെയ്യുന്നത് പോസിറ്റീവാക്കി മാറ്റാനുള്ള കല, അല്ലെങ്കിൽ സയൻസ്, ദ റിയൽ ആർട്ട് ഓഫ് ലിവിങ്. ഇതാണ് യഥാർത്ഥ ആർട്ട് ഓഫ് ലിവിങ്, അല്ല യഥാർത്ഥ സയൻസ് ഓഫ് ലിവിങ്. സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടാണ് നമ്മളവിടെ സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി പഠിച്ചു, അതുപോലെ തന്നെ എപ്പിജെനറ്റിക്സ് മനസ്സിലാക്കി, ഇതിൻ്റെ ക്വാണ്ടം ഫിസിക്സ് മനസ്സിലാക്കി, അങ്ങനെ പലതും. അപ്പോൾ അത് വളരെ സയൻറ്റിഫിക്കായിട്ട് എന്തൊക്കെയാണ് നമ്മൾ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്നത്, ന്യൂറോൺസുകളുടെ ഫയറിങ് എങ്ങനെയാണ്, എന്താണ് നടക്കുന്നത്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ലെവൽ മുതൽ ന്യൂറോ ജെനറ്റിക്സ് മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിഷ്വലൈസേഷൻ, അത് സയൻസിൻ്റെ ഭാഷയിൽ അതിന് ഗൈഡഡ് ഇമേജറി എന്ന് പറയും. അവർ സയൻറ്റിഫിക് ടീം തന്നെ, സയൻറ്റിസ്റ്റുകൾ തന്നെ അവരുടെ ലാബിൽ വെച്ചിട്ട് പരീക്ഷണം നടത്തിയിട്ട് FMRI സ്കാനിലൊക്കെ അവർ അളന്ന് നോക്കി എന്തൊക്കെ മാറ്റം വരുന്നുള്ളത്. ആ ലെവലിൽ മാറ്റം വന്നതിനെക്കുറിച്ചൊക്കെ ഡീപ്പർ ലെവലിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിശക്തമായ ഡീപ്പർ ഇൻസൈറ്റുകൾ ഉണ്ടാകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെയ്ത കോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്, ആഴം എത്രയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്നേഹവും കാരുണ്യവും ശാന്തിയും സമാധാനവും ആളുകളോടുള്ള ഫോർഗിവ്നെസ്സും മാപ്പ് കൊടുക്കലും ഗ്രാറ്റിറ്റ്യൂഡും ഇതൊക്കെ അകത്ത് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നും കൂടി അറിയുമ്പോൾ, അതും സയൻസ് തെളിയിച്ചതും കൂടി അറിയുമ്പോൾ സംഭവിക്കുക നമുക്ക് ഒന്നുകൂടി എനർജി ലെവൽ കൂടുകയാണ്. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളും ഈ ഇത്തരം കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സ് ഉണ്ട്, ഫ്രീ ആണ്, ഇനിയും അത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ രൂപേഷ് പറഞ്ഞ പുസ്തകങ്ങൾ അല്ലേ, പുസ്തകങ്ങൾ നേരത്തെ എന്താ പറയുക, ഓരോ പുസ്തകം എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൂൾ ഭയങ്കരം തന്നെ, അതിൻ്റെ കാമ്പ് ഭയങ്കരമാണ്. ഓരോ പുസ്തകം വായിക്കുകയാണ് അല്ലേ, ഓരോ പുസ്തകം വ്യത്യസ്തമായ പാരഡിയാണ്, വ്യത്യസ്ത അനുഭൂതികളാണ്, അതാണ് എല്ലാ ലൈഫിനെ കുറിച്ചല്ല, തിയറികളാണ് പുസ്തകം. എന്താ പറയുക, പുസ്തകത്തിൽ നല്ല തിയറി ഉണ്ടോ? ഇല്ല,
അതിന് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു, ഒരു കണക്ഷൻ കിട്ടാണ് അല്ലെ, ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിൽ കണക്ഷൻ കിട്ടിയിട്ടാണ് പുസ്തകങ്ങൾ. കൂടുതൽ അറിവ് നേടുക, മാറുക. ജീവിതം എന്നുള്ളത് ഒരു മൂലക്ക് ഒതുങ്ങി ഇരുന്ന് കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല. അത് ആന്തരിക ഉത്സവമാണ്, ആന്തരിക ആനന്ദമാണ്, ഇന്നർ ജോയ് ആണ്, ആന്തരിക എന്താ പറയുക മഹാസന്തോഷത്തിൻ്റെ ഒരു മഹാകലവറ തന്നെയാണ് ജീവിതം എന്നുള്ളത്. അത് ബോധ്യപ്പെടുമ്പോഴാണ് ആ നെഗറ്റീവിനെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ആ ഹയർ ലെവലിൽ, ലോ ലെവൽ എനർജി ഹയർ ലെവലിലേക്കൊക്കെ മാറ്റുമ്പോൾ പ്രകൃതിയിലൊക്കെ അങ്ങനെയുള്ളൂ. നമ്മൾ ഈ കാണുന്ന കൃഷിക്കൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? ചാണകവും കോഴിക്കാഷ്ടമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആ ചാണകവും കോഴിക്കാഷ്ടവും എന്തായി മാറുകയാണ്? ഞാൻ മറ്റേ എപ്പിസോഡിൽ പറഞ്ഞ അതേ വാക്കാണ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഔഷധമായി മാറാണ്. വെണ്ടയും തക്കാളിയും പപ്പായും ഇതൊക്കെ ഔഷധങ്ങളാണ്. പക്ഷേ ഔഷധം എവിടെ നിന്ന് വന്നേ? ഈ ചാണകത്തിൽ നിന്ന്, ഈ ആട്ടിൻ കാഷ്ടത്തിൽ നിന്ന്, അതത് എല്ലുപൊടികളിൽ നിന്ന്. അപ്പോൾ നെഗറ്റീവിനെ നമ്മൾ മാറ്റി നിർത്തുകയല്ല, സപ്രസ് ചെയ്യുകയല്ല വേണ്ടത്, മറ്റൊരാളുടെ കഴുത്തിൽ കൊണ്ടിടുകയല്ല വേണ്ടത്. പക്ഷേ അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്മ്യൂട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് ജീവിതം ഹയർ ലെവലിലേക്ക് എത്തുകയാണ്. കൂടുതൽ അന്വേഷിക്കുക, പഠിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, കോഴ്സുകൾ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കേട്ടതിന് അങ്ങേയറ്റം പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും ഞാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സക്സസ് വാലിയുടെ ഈ ഷോക്ക് എത്തിച്ചേർന്ന രണ്ടുപേർക്കും ഒരേപോലെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നന്ദി പറയുകയാണ്. Thank you very much and wish you all the best. Thank you very much, sir. All the best and see you. Thank you, madam. Okay, thank you.